ഹായ് ഹലോ. അപ്പോൾ ഓണായിട്ട് എന്താ പരിപാടി? എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെ വക ഒരു ഓണാശംസകൾ തന്നെ ആദ്യം ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ റെസിഡൻസിലെ പാലക്കാടത്തെ ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഓണാഘോഷമാണ്. അപ്പോൾ ഇന്ന് ഞാൻ തിരുവോണമായിട്ട് ഇന്ന് തന്നെ അതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീട്ടും അമ്മയും പപ്പയൊക്കെ നേരത്തെ ആദ്യമേ പോയായിരുന്നു. ചോട്ടു ഉറങ്ങി കിടക്കുന്നത് കൊണ്ട് ചോട്ടുവിനെ പിന്നെ ഉറക്കം എഴുന്നേൽപ്പിച്ചതിന് ശേഷമാണ് ഞാനും നീനുവും ചോട്ടുവും കൂടി പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ പേരൊക്കെ പോവുകയും ചെയ്തായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ആദ്യത്തെ സെറ്റ് എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. ഇതാ പൂക്കളം, ഇത് ശോഭാൻറ്റി ആൻഡ് ടീംസിൻ്റെ പൂക്കളമാണ്. ഇതാണ് അമ്മുവും ടെങ്കുവും അവരുടെ കുഞ്ഞാണ് മിയു. മിയുവിനെ എടുത്തേക്കുന്നത് കിരണാണ്. കിരൺ നമ്മുടെ കോളനിയുടെ സ്വന്തം മരുമകനാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചു. മിയു ആണെങ്കിൽ ഹരിതയുടെ വയറ്റിൽ തൊട്ട് കുഞ്ഞാവയുടെ എന്തൊക്കെയോ സംസാരിക്കുന്നു, ഹരിതയുടെ കൂടെ കളിക്കുന്നു. ഇന്നത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നമ്മുടെ മിയു തന്നെയായിരുന്നു. മിയു ഭയങ്കര ഹാപ്പിയാണ്. മീട്ടുമാണ് പെട്ടെന്ന് കൂട്ടായത്. ചോട്ടു പിന്നെ പണ്ടേ ആരോടും മിണ്ടാത്ത ഒരു ഭയങ്കര ഗൗരവത്തിൽ ഒരു റൗഡി ക്യാരക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മിയു പെട്ടെന്നൊന്നും ചോട്ടുമായിട്ട് കൂട്ടുകൂടിയില്ല. മിയു ആദ്യമേ മീട്ടുമായിട്ടാണ് കൂട്ടുകൂടിയത്. മീട്ടു പിന്നെ എപ്പോഴും പിള്ളേരുമായിട്ട് കളിക്കാനാണെങ്കിലും ഭയങ്കര പിള്ളേരുമായിട്ട് പെട്ടെന്ന് കൂട്ടുകൂടുന്ന ടൈപ്പാണ്. ചോട്ടു പിന്നെ ആകെ ശരിക്കും ഒരു റൗഡി ക്യാരക്ടർ തന്നെ ആയതുകൊണ്ട് ചോട്ടുവിൻ്റെ കൂടെ പെട്ടെന്ന് കുട്ടികൾ കമ്പനി ആവുമില്ല. അങ്ങനെ മിയും ചോട്ടുവും അല്ല, മിയു മീട്ടുമാണ് പെട്ടെന്ന് കമ്പനി ആയത്. മിയു മീട്ടുവിൻ്റെ കൂടെയാണ് ഒത്തിരി നേരം കളിച്ചത്. ഇതാണ് ചോട്ടുവിൻ്റെ അവസ്ഥ. മിയു ഒക്കെ കളിക്കുമ്പോൾ ചോട്ടു ഇപ്പുറത്ത് മാറിയിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അവരുടെ കൂടെ പോയി കൂട്ടുകൂടാനൊന്നുമുള്ളൊരു ശ്രമങ്ങളൊന്നും അവൾ നടത്തില്ല. അവൾ അവളുടെ കാര്യങ്ങൾ നോക്കി അവൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് കളിച്ച് ഇരിക്കുകയാണ്. മിയുവിനെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. മിയുവിനിപ്പോൾ 1 വയസ്സായി. മിയു വയറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോയതാണ്. പക്ഷേ ഇവിടെ വന്ന കുട്ടികളല്ലേ, അവർ പെട്ടെന്ന് നമ്മളായിട്ടൊക്കെ കമ്പനി ആവുമല്ലോ. അതുപോലെ മീട്ടുമായിട്ട് മിയു പെട്ടെന്ന് കമ്പനിയായി. പിന്നെ ചോട്ടിന് പിന്നെ ചെറിയൊരു കുശുമ്പൊക്കെ തുടങ്ങിയായിരുന്നു മിയുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നതിന്. പിന്നെ കുറച്ച് നേരം മീട്ടു വന്ന് ചോട്ടുവിൻ്റെ കൂടെയും കുറേ നേരം ഇരുന്ന് കളിച്ചായിരുന്നു. അപ്പോഴാണ് അവർക്ക് ഇച്ചിരി സമാധാനം. കുശുമ്പ് പിടിച്ച സാധനമാണെന്നേ. വേറെ ആരുടെ കൂടെയും കൂടുകയില്ല. മീട്ടും ആരുടെ കൂടെ കൂടാനും പാടില്ല. അങ്ങനത്തെ ഒരു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സദ്യ ടൈമാണ്. ഞാനൊരു സദ്യ ലവറല്ല. എനിക്ക് നോൺ വെജാണ് കൂടുതലിഷ്ടം. പക്ഷേ ഓണത്തിൻ്റെന്നൊക്കെ നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമ്മൾ സദ്യ കഴിച്ചാലേ പറ്റൂ. ഇവിടുത്തെ ഞാൻ സദ്യ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ രാജനങ്ങളുടെ ഫുഡാണ്. രാജനങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് രാജനങ്ങളുടെ കൂട്ടുകറി. പക്ഷേ രാജനങ്ങളുടെ കൂട്ടുകറി എനിക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല. അതെനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന് രാജനങ്ങളല്ല ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡൊക്കെ ശേഷം ഇനി അടുത്ത പരിപാടി നമ്മുടെ കലാപരിപാടികളാണ്. സുന്ദരിക്ക് പൊട്ടുവെക്കുന്നു. മുന്നോട്ട് പൊട്ടിരിക്കുന്നു. സുന്ദരന്മാരെ എവിടാ ടീച്ചറാണ്. വളരെ സന്തോഷകരമായ സുന്ദരമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. പൊട്ടുകുത്തൽ സുന്ദരിക്ക്
സുന്ദരിക്ക് പൊട്ടുകുത്താൻ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശ്രീജ ടീച്ചറാണ് സുന്ദരിക്ക് പൊട്ടുകുത്താനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. എവിടെയാണ് അതിന്റെ കറക്റ്റ് സ്ഥലം? മുന്നേ നോക്കി മുന്നോട്ട് പോകുന്നു കണ്ടോ. സുന്ദരിക്ക് പൊട്ടുകുത്തുന്നു. സുന്ദരിയുടെ അടുത്ത് ശോഭാനി കേറ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. കുറച്ച് നേരം ഇങ്ങനെ ക്രൗഡിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചോട്ടുവിന് അങ്ങ് വീട്ടിൽ പോകണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഏകദേശം പരിപാടികളൊക്കെ വൈൻഡപ്പായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.